സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മസ്കിന്റെ പേടകമാണ് എത്തിയത്. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് പിന്നിൽ മസ്ക്, നാസയെ കൺട്രോൾ ചെയ്യുന്ന മസ്ക്, അങ്ങനെ എല്ലാ തരത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും ഏറ്റവും വലിയ വിജയിയായിട്ടും മസ്കിനെ നോക്കി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളല്ല മസ്ക്. മസ്ക് ഒരുപാട് തോൽവികളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതായത് ഇന്ന് അദ്ദേഹത്തിന് കാണുന്ന വിജയം, അതിനു പിന്നിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് തോൽവികളുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മസ്കിന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഒരുപാട് തോൽക്കുക. ആദ്യം തന്നെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അതിലൊരുപാട് തോൽക്കുക, ആ തോൽവികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ പഠിക്കുക, അതിനുശേഷം വേഗം വിജയത്തിലേക്ക് വരും. അപ്പോൾ ഏറ്റവും വേഗം വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മസ്ക് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തോറ്റു പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. കാരണം റീയൂസബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഷട്ടിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം പ്രയത്നിക്കുകയും അത്രയും വർഷങ്ങളോളം തന്നെ തോൽക്കുകയും ചെയ്തിട്ട് അതിലൊരു മടുപ്പും കൂടാതെ വീണ്ടും ട്രൈ ചെയ്ത് ഒരു വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് മസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ തോൽക്കുന്നോ അത്രയും വേഗം നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയും കൂടും.